നൂറ്റാണ്ടുകാലത്തിനും കാതങ്ങൾക്ക് മുന്നെയാണ് 893-ൽ ഇതിലും വലിയ അവഹേളനത്തിന്റെ പരകോടിയിൽ മന്ദയിൽ അധിക്ഷേപിക്കപ്പെട്ട ഒരു ഗാന്ധി നിൽക്കുന്നുണ്ട് അങ്ങ് ദക്ഷിണാഫ്രിക്കയിലെ റെയിൽവേ സ്റ്റേഷനിൽ. തൊലി കറുത്തു പോയൊരു പാതകത്തിനൊരു വെള്ളക്കാരൻ കഴുത്തിൽ കുത്തി പുറത്തേക്കെറിഞ്ഞ പകപ്പിൽ തണുത്തുറഞ്ഞുള്ള നിൽപ്പാണ്. ഇട്ടെറിഞ്ഞ് നാട്ടിലേക്ക് ഓടുന്നതിന് പകരം ആ രാജ്യത്തിലെ കറുത്തവന് വേണ്ടി കൊടിപിടിക്കാൻ അടിയുറച്ച് തീരുമാനിച്ചൊരു ചരിത്ര നിമിഷം. ആ ദൗത്യമാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നൊരു കേവല മനുഷ്യനെ മഹാത്മാവാക്കിയത്, ഒരു മഹാരാജ്യത്തിന് മുകളിൽ മാമരം പോലെ പടർത്തിയത്. ആ പടർച്ചയിൽ അസഹിഷ്ണുത പൊട്ടിയൊലിച്ചൊരു വർഗീയ തെമ്മാടി വെടിവെച്ചില്ലാതാക്കി പല പതിറ്റാണ്ടുകൾക്കിപ്പുറവും ഇന്ത്യൻ മതേതര ബോധത്തിന്റെ അടിയാഴത്തിൽ ഇരുമ്പിനേക്കാൾ കരുത്തോടങ്ങനെ ആഞ്ഞു നിറയലാണ് ഗാന്ധി ഓർമ്മ. ജയിലിലേക്കോ സഭയിലേക്കോ എന്നൊരു ദശാസന്ധിയിൽ രാജ്യമനസാക്ഷിക്ക് മുന്നിൽ തരിമ്പിന് പോലും ഒന്ന് പതറാതെ നിൽപ്പാണ് മറ്റൊരു ഗാന്ധി. മാപ്പ് പറഞ്ഞങ്ങ് ഇരുമ്പഴിക്കൂട് ഒഴിവാക്കാൻ മേം ഗാന്ധി ഹേ സവർക്കർ നഹി എന്നൊരു ഇച്ഛാശക്തിയുടെ വാക്കുകൾ രാജ്യത്തിന്റെ കാതുകൾ കേൾക്കുന്ന ദിവസങ്ങളാണ്. അയോഗ്യതാ ഭീഷണിയിൽ, തടവ് ശിക്ഷാ ഭീതിയിൽ, സമസ്താപരാധം പറഞ്ഞ് സാഷ്ടാംഗം പ്രണമിച്ച് ധൂളീപടലമാകാൻ അയാൾ ഇന്നലെ കുരുത്തൊരു മഴയിലെ തകരയല്ല. അയാൾ രക്തസാക്ഷിയുടെ പുത്രനാണ്, രക്തസാക്ഷിയുടെ പൗത്രനാണ്. സാക്ഷാൽ ഗാന്ധിയുടെ സമരക്കൊടുങ്കാറ്റ് കുടിയിരിക്കുന്ന രാജ്ഘട്ടിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി പല വികാരങ്ങളുടെ വേലിയേറ്റത്തിൽ ഓർത്തെടുക്കുന്നു. രാജീവിന്റെ ഓർമ്മയിൽ ഉള്ളുപൊള്ളിപ്പിടയുമ്പോഴും പേരിന് പോലും ഒന്ന് കാലുകുറയ്ക്കാതെ വിലാപയാത്രയ്ക്ക് മുന്നിൽ നടക്കുന്ന 21-കാരന്റെ പേര് രാഹുൽ ഗാന്ധി. തല ഏത് ഉടലേത് എന്നറിയാതെ ചിതറിയ അച്ഛന് മുന്നിൽ അമ്മ സോണിയാഗാന്ധിയെ 19-കാരി പെങ്ങൾ പ്രിയങ്കയെ ചേർത്ത് നിൽക്കുന്ന രാഹുലിന്റെ തീക്കണ്ണീരിന് ചോരകരിയുന്ന തിക്താനുഭവം മറ്റൊന്നുണ്ട്, പേര് ഇന്ദിരാഗാന്ധി. ഓർമ്മയിൽ ഘനീഭവിച്ചു പോയ കട്ടച്ചോരയുടെ കരുത്തിൽ ഇന്ദിരാഗാന്ധിയുടെ അതേ രൂപത്തിൽ, അതേ ഭാവത്തിൽ, അതേ ശബ്ദത്തിൽ പ്രിയങ്ക പറയുന്നു, ഡറാവോ മത്, പേടിപ്പിക്കല്ലേ ഭരണകൂടമേ. അധികാരവാഴ്ചയുടെ അഹങ്കാരത്തിൽ പൂണ്ടുവിളയാടി അഴുകിപ്പുഴുത്തു വീണ ഹിറ്റ്ലറെയും മുസോളിനെയും പോൾപോട്ടിനെയും ഒക്കെ ഓർക്കുന്നുണ്ട് ഇത് വി.ഡി. സതീശൻ. അങ്ങനെ ഒരു ജനായത്ത സംസ്കൃതിക്ക് ചരമക്കുറിപ്പ് എഴുതാൻ നേരമായിട്ടില്ല. അധർമ്മത്തിൽ കുരിശേറിയ മനുഷ്യപുത്രൻ ഉയരോടെ ഉയർക്കാതെ ഒരു ദുഃഖവെള്ളിയും കഴിഞ്ഞിട്ടുമില്ല. കാലമേ, രാജ്യമേ, ചരിത്രമേ കാത്തിരിക്കൂ. കരുത്തോടെ വരുന്നുണ്ട് ഒരു ജനാധിപത്യത്തിന്റെ പെരുങ്കളിയാട്ടക്കാലം.